നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സ്പീക്കർ പദവിയിൽ ഓം ബിർളയും കൊടിക്കുന്നിൽ സുരേഷും പത്രിക സമർപ്പിച്ചതിനാൽ വോട്ടെടുപ്പ് ഇന്ന് നടക്കും. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് നേർക്കുനേർ പോരാട്ടത്തിലെത്തിയത്. ഓം ബിർള കൊടിക്കുന്നിൽ സുരേഷ് മത്സരത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് ഇന്നലെ രാത്രി ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത്. സുപ്രിയ സുലെ കൊടിക്കുന്നിലിനെ പിന്തുണച്ചുള്ള പ്രമേയത്തിൽ ഒപ്പിട്ടതോടെ NCPക്ക് അതൃപ്തിയുണ്ടെന്ന ആശങ്ക മാറി. കൊടിക്കുന്നിൽ സുരേഷിന് വിജയസാധ്യത കുറവാണെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് എന്ന കീഴ്വഴക്കം BJP തെറ്റിച്ചെന്നത് ചർച്ചയാകാൻ സ്ഥാനാർത്ഥിത്വത്തിന് കഴിഞ്ഞു. സ്പീക്കർ സ്ഥാനത്തേക്ക് സമവായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത ഫ്ലോർ മാനേജ്മെന്റുമായിട്ടാണ് 18ാം ലോക്സഭാ സർക്കാർ ആരംഭിക്കുന്നത്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ സ്പീക്കർ പദവിയിലേക്ക് ഏറ്റവും ശക്തമായ പോരാട്ടം നടന്നത് 1976-ലായിരുന്നു. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനാർത്ഥി ബലിറാം ഭഗത്തിനെതിരെ ജനസംഘം നിർത്തിയത് ജഗന്നാഥ് റാവു ജോഷിയെ. 1991-ൽ ശിവരാജ് പാട്ടീലിനെതിരെ BJP രംഗത്തിറക്കിയത് ജസ്വന്ത് സിംഗിനെയായിരുന്നു. 1998-ൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന GMC ബാലയോഗിക്ക് 3 സ്ഥാനാർത്ഥികളെയാണ് നേരിടേണ്ടി വന്നത്. സ്ഥാനാർത്ഥിക്ക് സ്വന്തം പേര് സ്പീക്കർ സ്ഥാനത്തേക്ക് മുന്നോട്ട് വെക്കാനാകില്ല. മറ്റൊരംഗമാണ് ഉന്നയിക്കേണ്ടത്. പ്രധാനമന്ത്രിയോ പാർലമെന്ററി കാര്യ മന്ത്രിയോ ആണ് ഭരണപക്ഷത്തു നിന്നുള്ള പ്രമേയം അവതരിപ്പിക്കുക.